പോവാണോ? ഊട്ടിക്ക് പോവാണോ? ഞങ്ങളെല്ലാരും സെറ്റ് ആയിട്ടുണ്ട്. പറയാനുള്ളത് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നമ്മളെ പുതിയ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറെ കാലമായി വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ അല്ല, ദിവസമാണെന്ന്. ബിക്കോസ് നമ്മളെ ഫാമിലിയിൽ എന്താ പറയാ, നമ്മളിന്ന് പുതിയൊരു സംഭവം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇറക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇന്ന് താത്തി അളിയനും കാർ എടുക്കുന്ന ദിവസമാണ് കേട്ടോ. ഇന്നാണ് കാറിന്റെ ലോഞ്ചിങ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മള് ഫാമിലി മൊത്തം ഉണ്ട്. നമ്മളെല്ലാരും ഇന്ന് ബ്ലാക്ക് ആട്ടോ. എല്ലാരും ഡ്രസ് കോഡ് ആക്കിയിട്ട് ബ്ലാക്ക് ആക്കിയാണ്. നമ്മളെല്ലാരും ബ്ലാക്ക് ഡ്രസ് കോഡാണ് ഇന്ന്. ഓല് രണ്ടാളും മാത്രം വേറെ കളറിലാണ് എടുക്കുന്നത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് നമുക്കിന്ന് പോയിട്ട് വരാം. പെരിന്തൽമണ്ണ ഷോറൂം വെച്ചിട്ടാണ് നമ്മളിന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മളെ ഫാമിലിയിൽ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഏതാ വണ്ടി, എന്താ വണ്ടി, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സോ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മളെല്ലാവരും മാറ്റി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ താത്തി അളിയനും കൂടി വന്നാൽ മതി. ഇപ്പോൾ വരേക്കാരം. പിന്നെ അൻഷി ഇപ്പോൾ വരും കേട്ടോ. അൻഷി ഉണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ആദ്യമായിട്ടാണ് കേട്ടോ ബ്ലാക്ക് കോസ്റ്റ്യൂം ഇട്ടിട്ട് പുറത്തോട്ട് പോകുന്നത്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ബ്ലാക്ക് ഇട്ടിക്കണം. എനിക്കിഷ്ടമല്ല പേഴ്സണലി ബ്ലാക്ക് ഇടുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭംഗി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഡ്രസ്സിൻ്റെ ഫുൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഫ്ലെയർ വരുന്ന ഒരു ഡ്രസ്സാണ്. എല്ലാവരും ഇവിടെ സെറ്റാണ്. മമ്മി ബ്ലാക്ക്, അച്ചു ബ്ലാക്ക്, എല്ലാവരും ബ്ലാക്കാണ് ഗോയ്സ്. ഷാനു ബ്ലാക്ക്. വ്ളോഗ് എടുക്കുമെന്ന് ഇന്ന് വ്ളോഗ് എടുക്കുമോ? ഫാമിലിയിൽ തന്നെ ഫസ്റ്റ് കാറാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. അതില്ല, കാരണം നാളെ ഇവന്റെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. ഇവർക്ക് അങ്ങനെ 18 വയസ്സ് തികയാൻ പോവുകയാണ്. പുരുഷനായി മൈക്കുണ്ടോ? ഇതാ അച്ചു കൊലായ്മ എന്താ മോനോടെ കല്യാണം ഉണ്ടോ? എന്താ പറയാനുള്ളത്? താങ്കൾ ഏത് കല്യാണത്തിന് വന്നാണ്? ഗൈസ്, നമ്മളെ മമ്മിക്ക് എന്താ പറയാ, അൻഷിന് എന്നതാണ് ഇഷ്ടം അല്ല അൻഷിയെ? ഗൈസ്, നമ്മള് ഫാമിലി ഫുള്ള് ബ്ലാക്ക് ആണ്. ഞങ്ങൾ എല്ലാരും സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങട്ടെ. ഹാവ് എ ഗുഡ് ഡേ. അപ്പൊ നമുക്ക് ഇനി ഇറങ്ങാം. ഓലിപ്പോ വരേക്കാരം, ഭാവം എന്തെങ്കിലും ഇപ്പൊ വരും. ഓല് വന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് ബാഗും പാന്റും കാര്യങ്ങളൊക്കെ, ഞാൻ എപ്പോഴും പാന്റ് ഇട്ടിട്ടില്ല കേട്ടോ ഡ്രസ്സിന്റെ അടിയിൽ. അപ്പൊ പാന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ. ഞാൻ ഒരു നീലമായ നടന്നു. പിന്നെ തന്നീന്നൊരു ഡ്രസ് രസമുണ്ട്. ബാബുടെ മുന്നില് ഷാനുവും ബാബു ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഷാനു സോ ഗായ്സ്, നമ്മൾ ഷോറൂമിന്റെ മുന്നിലെത്തി. ഷോറൂം കാണിക്കൂ. മുട്ടായൊക്കെ വാങ്ങിയാണ് കേട്ടോ. നമ്മള് ഓലെ വെയിറ്റ് ചെയ്തിട്ടാണ്. സോ നമുക്ക് കേറിയിട്ട് കാണാം. ഇതിലെന്തി കൊലുമാ എന്താ ഇറങ്ങാത്തെ? മേഡം ഇറങ്ങൂ മേഡം. മേഡം ഹാപ്പി ആണോ? മേഡം ഹാപ്പി ആണോ മേഡം? പിന്നെ സെറ്റ് അത് പറയാ കൂട്ടേ. നിന്റെ വണ്ടി, നിന്റെ മിഠായി.
ഡൺ 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 ഡൺ. ഇവള് തണ്ണാക്ക് വന്നെടുക്കണേ. മാഡം സിൻഡ്രല്ലയാണോ? സിൻഡ്രല്ലയാണോ? എന്താണ് ഈ വേളയിൽ പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. എന്ത് തോന്നുന്നു? എന്താ നല്ലത് തോന്നുന്നു. ഇപ്പെന്ത് തോന്നാണ്? നല്ല തോന്നുന്നു. എന്റെ താത്താനെയും അലേനെയും പറ്റി ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. ബിക്കോസ് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ വന്നിരിക്കുന്നത്. ഇമ്മാക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം. രണ്ട് മക്കൾ കൂടി നയിച്ച് വണ്ടി കയറി അധികം സന്തോഷം. എക്സ്ട്രാ ഹാപ്പിനെസ് ഗായ്സ്. വണ്ടി ഇതന്നെ ഇതിന്റെ സെയിം ബ്ലാക്ക്. എടുക്കണ്ടൊക്കെ പ്രീമിയം ലുക്കും ഉണ്ടാവും. ഇതൊരു മരിച്ച ഇതെന്താ നിങ്ങള് ഇത് കുറച്ച് നേരം വെയിലുണ്ടായിരുന്നു. മൗനവ്രതത്തിലാണ്. അവിടെ ഇരുന്നോളി. അതൊക്കെ വന്നത് എന്താണ്? ആ വള്ളി പറഞ്ഞു മതി. എനിക്കറിയില്ല ഓണക്കൊണ്ട് മൂത്രേ പോയി. അവിടെയാണ് നമ്മളുടെ കാറുള്ളത്. അതാ മൂടിയിട്ടേക്കുകയാണ്. അതെ, ഇതിലിവിടെ മൂട്ടിൽ തീ പിടിച്ച മാതിരി നിൽക്കേണ്ട കേസ് ഞാൻ കാണിച്ചു തരാം. മാഡം ഹാപ്പി ആണോ? പിന്നെ ഡബിൾ ഹാപ്പി. കാറ് കൈക്ക് കിട്ടുന്ന നിമിഷം എന്താണ് പറയാനുള്ളത്? ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിമിഷം ഇതൊരു തുടക്കം മാത്രല്ലേ? ഒക്കെ എല്ലാരും സപ്പോർട്ട് കാരണം, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് കാരണം, പിന്നെ അള്ളാന്റെ തുണക്കല് കാരണം, അങ്ങനെല്ലാവരിൽ ഒരു ബ്ലെസ്സിങ് കാരണം. വിചാരിച്ചതല്ല ഇത്ര പെട്ടെന്ന് എടുക്കുന്നൊന്നും. എന്താണ് പറയാനുള്ളത്? വണ്ടി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ? വണ്ടി കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മനസ്സ് നിറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടും മാർക്കും. ഇഷ്ടപ്പെട്ടോ? നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ ആയി പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോ രണ്ടാളും നയിച്ച് സങ്കടമില്ലാതൊരു വണ്ടി എടുത്ത് ഇനിയൊക്കെ അള്ളാന്റെ അടുത്ത് പടച്ച റബ്ബ് ഇതിനും വലുതെടുക്കുക. അവർക്ക് ഒതുക്കം കൊടുക്കട്ടെ. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാം. കൗലുമ പിന്നെ വണ്ടറടിച്ചിരിക്കുകയാണ് വണ്ടി കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. പക്ഷെ നല്ല പൊലിവുണ്ട് രണ്ടാക്കും എന്തായാലും. അത് ഈ ഉമ്മാന്റെ വീഡിയോ എടുത്ത പിന്നെ അധികം സ്പെഷ്യൽ മുഖത്തോട് വരില്ല. ഐഷ എങ്ങനെയുണ്ട്? അനക്ക് ഇഷ്ടപ്പെട്ടോ? വണ്ടി ഇഷ്ടപ്പെട്ടോ? എന്താ അവസ്ഥ? വണ്ടിനെ പറ്റി എന്തെങ്കിലും? എനിക്ക് വണ്ടിനെ പറ്റിയ വല്ലതൊന്നുമില്ല. പള്ളി പോയൊരു തിരിച്ചു വരട്ടെ. പള്ളി പോയൊരു തിരിച്ചു വന്നിട്ടാണ് നമ്മളുടെ വണ്ടീൻ്റെ ഡെലിവറി. നമ്മളിന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടതിലോ? മമ്പുറം പോയി നമ്മൾ ആ മറ്റേ കോയം കെട്ടും. അല്ല, അങ്ങനെ എന്തോ ഒരു കോയം കെട്ടൂലേ? എന്താ അതിൻ്റെ പേര്? അതെ, തങ്ങപ്പാപ്പ. താക്കോല് കൊടുത്തിട്ട് ആ മറ്റേതൊക്കെ അങ്ങനെ എന്തോ ഉണ്ട്. കൊടുത്തിട്ട് നമ്മൾ നേരെ വേറൊരു പരിപാടിക്ക് പോകും. പൊലിവാണ് ആ മുഖത്ത് വിരിയുന്നത്. കൊറേ നേരം നാക്കാലി
കാരണം ദിലൂനെ നമ്മൾ പല സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ദിലൂനെ എങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അതായത് ഓളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓളിങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിരിക്കും എപ്പോഴും. ടൂർ പോവുകയാണെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കണ്ടാൽ, പിന്നെ അതേമാതിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഞാൻ എപ്പോഴും വിരിഞ്ഞിട്ടാണ്. ഞാൻ എപ്പോഴും വിരിഞ്ഞ് ആധുനിക കുലീനതമുള്ള ഒരു സ്ത്രീയാണ് ഗൈസ്. ഈ ബോയ്സൊക്കെ വരട്ടെ. നമുക്കിന്ന് പൂത്തിരിയും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവളോട് അൻഷി പറഞ്ഞു അല്ലേ, അത് നമ്മള് എന്താ പറയാ, ഇളച്ചന്റെ വക അല്ലേ? ഇളച്ചനല്ലേ അൻസ്. അപ്പൊ നമ്മള് ഇളച്ചന്റെ വക പൂത്തിരി ലില്ലിയൊക്കെ സെറ്റപ്പ് ഒക്കെ. അപ്പൊ ഇനി നമുക്ക് വന്നിട്ട് കാണാം. ഇൻഷാ അല്ലാ ഇനി ഞങ്ങൾ കൊടുക്കും. ആദ്യം ഒന്ന് കല്യാണം കഴിയട്ടെ. ഇൻഷാ അല്ലാ ഗൈസ്. അപ്പൊ നമുക്ക് കാണാം. കഴിഞ്ഞ നഞ്ഞി ഗൈസ്, നിങ്ങളെപ്പോഴും എന്നോട് കമൻ്റ് ഇട്ട് പറയലുണ്ട് അൻഷിൻ്റെ ഒപ്പം ഒരു വീഡിയോ ഇടുന്നു. അൻഷി എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴും പറയും നിങ്ങളപ്പോൾ ഒരു വീഡിയോ ഇടും, എന്താ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ എനിക്ക് അങ്ങനെ വീഡിയോയിലൊന്നും പരിചയമില്ല. നീ പരിചയപ്പെടണം. ആക്ച്വലി ഒരു ഇൻട്രോട്ടാണ്. ആക്ച്വലി ഇൻവെർട്ടർ ആണ്. ഇപ്പൊ ഇങ്ങനെ ആക്കി എടുത്തേ ഞാനാണ്. ഇൻട്രോവേർട്ടിന് അതെ അതെ. പക്ഷെ ഇനി കല്യാണം കഴിഞ്ഞ അതെ. പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ റെഡിയായി വരുന്നുണ്ടല്ലോ. നിങ്ങള് പിന്നെ ഒന്നാമത് നമ്മള് കല്യാണം നിൽക്കാൻ കഴിയാത്തോണ്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടാത്തത്. ഇൻഷാ അല്ലാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഡെയിലി വീഡിയോ ആയിരിക്കും അല്ലേ? ഇൻഷാ അല്ലാ. അതെ. അപ്പം അതുകൊണ്ടാണ് ഗൈസ്. ഇനി ആരും അൻഷിനേറ്റ് വീഡിയോയിൽ വന്ന് പറയില്ല. ഇൻഷാ അല്ലാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ വരും. പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീഡിയോയിൽ വരും. ഇത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണല്ലോ. അതെ, നമുക്കൊരു മൊമെന്റ് ആണ്. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പള്ളി പോയി വന്നിട്ടുണ്ട്. ഇനി കാറ് ഡെലിവറിന്റെ സമയമായി. അപ്പം എല്ലാം കാണുകയും എങ്ങട്ടാ പോവാണോ? ഊട്ടിക്ക് പോവാണോ? ഏതാ വണ്ടി എടുക്കണ്ടേ? നല്ല വണ്ടിയാ. TV ഒക്കെ ഉണ്ട്. TV ഇത് വിക്ടോറിയസ് പുതിയ വണ്ടിയാ. ബിഗ് ബോസിൽ അനുമോക്ക് ഗിഫ്റ്റ് ഇട്ട വണ്ടിയാ. അത് ഇതിന്റെ നീല നല്ല റേറ്റ് ഉണ്ട്. പുതിയ മോഡൽ ഷിഫ്റ്റ് നോക്ക്. പുതിയ മോഡൽ നമുക്ക് റിമോട്ടൊക്കെ ഉണ്ട് ഗായ്സ്. സാധനം പൊട്ടിക്കും. ഒരു വണ്ടി എടുക്കാൻ വേണ്ടി കാത്തുനിന്ന് മടുത്തു. വിശക്കണു. കലുമാക്ക് വിശക്കുണ്ടോ? വെറുതെ പറയാൻ. ഫൈനലി കാറ് നമ്മളുടേത് ആയിരിക്കുന്നു. വണ്ടി എത്തി ഗായ്സ്, വണ്ടി എത്തി. നമ്മളെല്ലാരും ഇനി പോവാണ്.
അങ്ങനെ അൽഹംദുലില്ലാ കാറ് നമ്മളെ സ്വന്തമായിട്ടുണ്ട്. ആ സന്തോഷത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മളെ ഷാനു വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. നഹാസ് മന്തിയിലാണ് മുണ്ടറമ്പുള്ളത്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ് നമ്മൾ മമ്പറം പോകണമെന്ന് പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ അൻഷിക്ക് വർക്ക് ആദ്യമേ ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റ് വർക്ക് ആയതുകൊണ്ട് ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓനക്ക് മമ്പറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഓൻ പോയി. പിന്നെ ഇന്ന് നമ്മളെ ഷാനുവിൻ്റെ ബർത്ത്ഡേ ആണ്, പിന്നെ താത്താൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഹണി സ്പെഷ്യൽ കേക്കിൽ സർപ്രൈസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ അൻഷി ഉണ്ടാവില്ല കേട്ടോ. അൻഷി ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പോവും. ആൾക്ക് വർക്ക് ഉണ്ടടാ, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മമ്പറത്തൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഹണി കേക്കിലോട്ടാണ് കേട്ടോ. മമ്പറത്ത് പോയത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഞാൻ കാറിൽ കുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇത് കൊട്ടക്കലുള്ള ഹണി സ്പെഷ്യൽ കേക്കാണ്. ഇവിടെ നമ്മൾ ഒരു പാർട്ടി സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ ബർത്ത്ഡേ ആണ്. ഇവനക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവനക്ക് കയറുന്ന വരെ ഇവൻ്റെ ബർത്ത്ഡേക്കുള്ള സർപ്രൈസ് ആണെന്ന് അറിയില്ല. കാരണം നമ്മൾ ബർത്ത്ഡേൻ്റെ തലേന്നാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കയറി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി ടു യു, ടു യു, ടു യു, ടു യു. സുലഭ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. മടുത്തു. ഈ ജീവിതം എനിക്ക് മടുത്തു എന്നൊക്കെ. എടാ ഒന്ന് റിട്ടേൺ പോളിസി തന്നാ സ്വീകരിക്കുമോ? റിട്ടേൺ പോളിസി തന്നാ സ്വീകരിക്കുമോ? ഹായ്, മാഷാ അല്ലാ. കുറച്ച് കൂടുതലല്ലേ? ഓക്കെ, എന്നാ മുറിച്ചോളി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊലിവ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ ബർത്ത്ഡേ അടിച്ച് പൊളിച്ച് താത്താൻ്റെ അളിയൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. കാറെടുക്കലൊക്കെ കഴിഞ്ഞു. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്തെങ്കിലും കഴിക്കണം. ഞം എല്ലാവരും ഹാപ്പിയാണ്. ഷാനു ഹാപ്പി അല്ലേ? ഷാനു ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. ഗായ്സ്, അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ അന്നത്തെ ദിവസം എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കഴിഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുതിയ കാറിലാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ പരിപാടി ഹണി സ്പെഷ്യൽ കേക്കിൽ ഷാനുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും താത്താൻ്റെയും നിലുവിൻ്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനും കൂടെ നമ്മൾ ഹണി സ്പെഷ്യൽ കേക്കിലാണ് വന്നിട്ടുള്ളത്, കോട്ടക്കലുള്ള. ആൻഡ് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങളുടെ ലൈഫിൽ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് പുതിയ കാറിലാണ്, ഷോറൂമിൽ നിന്ന് ഇറക്കിയ പുതിയ കാറിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ മമ്പറത്തൊക്കെ പോയി തങ്ങപ്പാപ്പാൻ്റെ അടുത്ത് പോയി കാറൊക്കെ കാണിച്ച് വണ്ടി കാട്ടി നമ്മൾ ഡോറിന്ന് പോകുന്നു കേട്ടോ. പെട്ടിയിൽ പൈസ ഒക്കെ ഇട്ടിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കൊയങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടാവും എനിക്ക് വയ്യ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഉമ്മൊക്കെ ഇവിടെ തിന്ന് അലമ്പായി കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാർക്കും അത്രയ്ക്ക് വയ്യ. ഇനി വീട്ടിൽ ചെന്നൊന്ന് കിടന്നാൽ മതി. അപ്പം ഇനി നമ്മളെ വണ്ടിക്ക് പേരിട്ടിട്ടുള്ളത് എന്താ ഇനിമാ അച്ഛൻ എന്താ വിളിച്ചിട്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇതിലും എന്തോ ഒരു പേര് പറഞ്ഞിനാ, കുട്ടിയാ? കുട്ടി. അച്ചു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങിയ സമയത്ത്
കുട്ടീന്ന് വിളിച്ചു കാറിനെ. അപ്പൊ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് കുട്ടി നമുക്ക് വിളിക്കാന്നാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഈ കാറിന്റെ പേര് കുട്ടി എന്നാണ്. അപ്പൊ ഇനി കുട്ടീന്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം.